സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. കുറച്ച് പേരെങ്കിലും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ കേട്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കാരണം 100% വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നമ്മളൊക്കെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തി എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ജോലി ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പാസീവായിട്ട് ഇൻകം വന്ന് നമ്മളെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം സ്മൂത്തായിട്ട് നടന്നു പോകുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് കൃത്യമായിട്ടുള്ളൊരു പാസീവ് ഇൻകം നമുക്ക് എടുക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മെത്തേഡാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മളൊരു പെൻഷൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്കൊരു റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് റെഗുലറായിട്ടൊരു പാസീവ് ഇൻകം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇൻകം നമ്മുടെ ആ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വീണ്ടും ഓരോ മാസവും വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളത് 10 വർഷത്തേക്ക് വിഡ്രോ ചെയ്തു, തീർന്നു പോവോ? ഇല്ല. 100 വർഷത്തേക്ക് വിഡ്രോ ചെയ്തു, തീർന്നു പോവോ? ഇല്ല. 1000 വർഷത്തേക്ക് വിഡ്രോ ചെയ്തു, തീർന്നു പോവോ? ഇല്ല. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു വരുമോ? ഇല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി വരും. അങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യലുള്ള ഒരു മെത്തേഡാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നമ്മുടെ ജനറേഷൻ ടു ജനറേഷൻ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വീഡിയോ കണ്ട് മനസ്സിലാക്കുക മുഴുവനായിട്ടും. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിന് പോലെ തന്നെ മറ്റൊരു പേര് നമുക്ക് പരിചിതമുണ്ട്. SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ? അപ്പം അതിനു മുമ്പ് 2 തരം കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്താണ്? അവരുടെ കയ്യിൽ വലിയൊരു ക്യാപിറ്റലൊന്നും ഉണ്ടാകില്ല, ഒരു ലാർജ് ക്യാപിറ്റൽ. ചിലവരെ സംബന്ധിച്ച് ലാർജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓരോരുത്തരെയും അവരവരുടെ ലാർജ് ക്യാപിറ്റൽ ഡിഫറെൻ്റ് ആണ്. അത് ലാസ്റ്റ് വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും. ചിലവരെ സംബന്ധിച്ചിടത്തോളം ലാർജ് ക്യാപിറ്റൽ ഉള്ളവരായിരിക്കും, ചിലവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ വലിയൊരു ക്യാപിറ്റൽ ഉണ്ടാവില്ല. അപ്പം വലിയൊരു ക്യാപിറ്റൽ ഇല്ലാത്തവരാണെങ്കിൽ അവർ SIP പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി അവരുടെ ക്യാപിറ്റൽ ഗ്രോ ചെയ്തെടുക്കാൻ നോക്കുക, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് അവർ മന്ത്ലിയിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു പിക്ചറിൽ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ആ ഒരു എമൗണ്ട് പതിയെ ഗ്രോ ചെയ്ത് നമുക്ക് നല്ലൊരു വെൽത്ത് തരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ലാത്തവർ ഇനിഷ്യലി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ടും SIPനെ കുറിച്ചല്ല ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു ക്യാപിറ്റൽ നമ്മൾ ജനറേറ്റ് ചെയ്തു. അതിനുശേഷം ആ ഒരു ക്യാപിറ്റൽ നമുക്ക് SWP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ SWP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമുക്ക് റെഗുലറായിട്ടൊരു ക്യാഷ് ഫ്ലോ വേണം. നമുക്ക് മന്ത്ലി റെഗുലറായിട്ടൊരു ക്യാഷ് ഫ്ലോ വേണം. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. ഈ 2 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ വിഡ്രോ ചെയ്ത പൈസ ഒരിക്കലും തീരാതിരിക്കുന്നത്. വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലും പൈസ ഒരിക്കലും തീരാതിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം സർ. നമ്മുടെ ഈ ഒരു SWP നമ്മൾ വലിയൊരു ക്യാപിറ്റൽ വേണമെന്ന് പറഞ്ഞു. നമുക്കൊരു എക്സാമ്പിളായിട്ടൊരു 50 ലക്ഷം രൂപ നമുക്കൊരു ക്യാപിറ്റലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ചിലവർക്ക് 50 ലക്ഷം രൂപ ഒരു ചെറുതായിരിക്കും, ചിലവർക്ക് 50 ലക്ഷം രൂപ വലിയൊരു ക്യാപിറ്റലായിരിക്കും. ഞാനൊരു മീഡിയം ആയിട്ട് ഒരു 50 ലക്ഷം രൂപയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 50 ലക്ഷം രൂപയാണ് നമ്മൾ SWPയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും 50 ലക്ഷം രൂപ ഓരോ മാസം കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് നിന്ന് 10 ലക്ഷം രൂപ വെച്ച് ഓരോ മാസവും വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് തീർന്നു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോമൺ സെൻസ് ഉള്ള കാര്യമാണ്. അതേ സമയത്ത് അങ്ങനെ ഒരു ക്യാപിറ്റൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ പോർഷൻസ്, അതിനൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ ഉപയോഗിച്ച് നമ്മൾ വിഡ്രോ ചെയ്യുവാണെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ ഒരിക്കലും തീർന്നു പോകത്തില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ തന്നുകൊണ്ടിരിക്കും, ഓരോ മാസവും തന്നുകൊണ്ടിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ചെയ്ത് മുകളിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യം എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യേണ്ട അത്യാവശ്യം എന്താണ്? കാരണം നമ്മുടെ ക്യാപിറ്റലിന് ഇൻഫ്ലേഷൻ എന്ന ഒരു കാര്യം നമ്മളെ പിടിച്ചു കുലുക്കുന്നുണ്ട്, വിലക്കയറ്റം. അപ്പോൾ എന്താണ് വിലക്കയറ്റം? നമുക്ക് ഇന്ത്യയിൽ ഏകദേശം ഒരു ആവറേജ് 6-7-8% ഒക്കെ ആയിരിക്കും നമുക്ക് ഇൻഫ്ലേഷൻ വരുന്നത്. ഒരു 6% നമുക്കൊരു ആവറേജ് ഇൻഫ്ലേഷൻ വരുന്നതെങ്കിൽ നമുക്ക് 6% എന്ന ഗ്രോത്ത് പോരാ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഫ്ലേഷനെ പോലും ജസ്റ്റ് ഒന്ന് പിടിച്ചു നിർത്താൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകത്തില്ല. നമുക്ക് 6% എബോവ് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു 10-12% എങ്കിലും മിനിമം കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്.
ആ ഒരു 100 രൂപ വെച്ച് എനിക്കിപ്പം അടുത്ത തിയേറ്ററിൽ പോയി എനിക്കൊരു സിനിമ കാണാൻ സാധിക്കുമായിരിക്കും. ഓക്കെ. അതേ സമയത്ത് ഞാൻ ആ 100 രൂപ എൻ്റെ പേഴ്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 10 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ സെയിം തിയേറ്ററിൽ പോയി ആ ഒരു സിനിമ കാണാൻ അല്ലെങ്കിൽ മറ്റൊരു സിനിമ കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും ടിക്കറ്റിൻ്റെ വില 100-ൽ നിന്ന് 170 ആയി കാണും, അല്ലെങ്കിൽ 180 ആയി കാണും. അപ്പം എൻ്റെ കയ്യിലുള്ള 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമ കാണാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ അവിടെ എന്താണ് 7% അല്ലെങ്കിൽ 6% വിലവർധന വന്നിട്ടുണ്ട് എല്ലാ ഫീൽഡിലും. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ആ ഒരു ക്യാപിറ്റൽ 100 രൂപ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ വാല്യൂ ഇല്ലാതാവുകയുള്ളൂ. നമുക്ക് ഇൻഫ്ലേഷനെ പോലും ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷേ നമ്മളതൊരു FD ആയിട്ടെങ്കിലും മിനിമം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 രൂപ ഇന്നത്തെ 100 രൂപ നമ്മൾ FD ആയിട്ട് ഇട്ടിട്ട് ഒരു 10 വർഷം കഴിയുമ്പം ആ ഒരു എമൗണ്ട് ഒരു 170 200 എത്തുന്നു. ആ ഒരു 200 രൂപ ഉപയോഗിച്ച് നമ്മൾ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് വീണ്ടും സിനിമ കാണാം. പക്ഷേ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? നമുക്ക് ഇന്ന് സിനിമ കാണാം, അന്ന് സിനിമ കാണാം, അല്ലാതെ നമുക്ക് ലാഭങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ഇൻഫ്ലേഷനോട് ചേർന്ന് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മൾ ഇന്നത്തെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരു 10-12% റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 10 വർഷം കഴിയുമ്പം അത് 250-300 രൂപയിലേക്ക് വരുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ 10 വർഷം കഴിയുമ്പോൾ 170 രൂപ അല്ലെങ്കിൽ 150 രൂപയ്ക്ക് നമ്മൾ മൂവി കാണുന്നു. ബാക്കി 100 രൂപ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ക്യാപിറ്റലും അവിടെ ഗ്രോ ആയി. അതുപോലെ തന്നെ നമ്മൾ ആ മൂവിയും നമ്മൾ കാണാൻ സാധിച്ചു. വീണ്ടും 10 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും അതേ ഇൻവെസ്റ്റ്മെൻറ്റിൽ നടത്തി വീണ്ടും നമുക്ക് വീണ്ടും മൂവി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ വീണ്ടും സർപ്ലസ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ക്യാപിറ്റൽ തീരാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതിനാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ്റെ ഒരു കാൽക്കുലേറ്ററിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ SWP കാൽക്കുലേറ്ററിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് SWP കാൽക്കുലേറ്റേഴ്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ വേണം SWP സ്റ്റാർട്ട് ചെയ്യുന്നതിനെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ ഇല്ലാത്തവരാണെങ്കിൽ SIP ചെയ്ത് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ SIP ഉപയോഗിച്ച് നമ്മൾ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെയൊക്കെ പോയി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു നമുക്കൊരു മിനിമം ആയിട്ടൊരു ക്യാപിറ്റലാണ് പറയുന്നത്. ഒരു സാധാരണക്കാർക്ക് ഒരു ക്യാപിറ്റലാണ് പറയുന്നത്. ഒരു 50 ലക്ഷം എന്ന ക്യാപിറ്റലാണ് ഏകദേശം ഇന്നത്തെ സിറ്റുവേഷൻ ഉപയോഗിച്ച് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് വിഡ്രോയിൽ എത്ര വരും? അതായത് ഒരു ശരാശരി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളൊരു 50 ലക്ഷം രൂപയിൽ നിന്ന് നമുക്ക് ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓരോ മാസവും നമ്മൾ 50,000 രൂപ വെച്ചാണ് വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിഡ്രോവൽ പെർ മന്ത് എത്രയാണ്? 50,000 രൂപ വെച്ച്. അപ്പോൾ ഏകദേശം 1% വെച്ചാണ് നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിൽ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ ചോദിക്കും. ഈ ഒരു 12% പകരമായിട്ട് FDയിലാണ് ഇടുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ കാണിച്ചുതരാം. FD ഒരു 7% ആണ് നമുക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ 1% വെച്ച് വിഡ്രോ ചെയ്തു, 7% FDയിലിട്ടു ഫിക്സഡ് ആയിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 5 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഓരോ മാസവും 50,000 രൂപ വെച്ച് വിഡ്രോ ചെയ്ത് ടോട്ടലായിട്ട് നമുക്ക് ടോട്ടലായിട്ട് എത്രയാണ്? 30 ലക്ഷം രൂപ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ വാല്യൂ എത്രയായിട്ടുണ്ടാവും? 34,52,916 എന്ന വാല്യൂലേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ഫൈനൽ 5 വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ 50 ലക്ഷം എന്ന ഫൈനൽ വാല്യൂ കൂടിയോ? ഇല്ല, കുറഞ്ഞു പോയി. അപ്പം ഈ ഒരു കാൽക്കുലേഷൻ ശരിയല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 5 വർഷം എന്നുള്ളത് ഇത് മുമ്പോട്ട് പോയി ഒരു 12 വർഷമൊക്കെ കഴിയുമ്പോൾ 13ാമത്തെ വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് 50 ലക്ഷം രൂപ സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത് 78 ലക്ഷം രൂപ നമ്മൾ വിഡ്രോ ചെയ്തു കൃത്യമായിട്ട്. പക്ഷേ ആ ഒരു ക്യാപിറ്റൽ ഫൈനൽ വാല്യൂ മൈനസിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ആയോ? ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഈ ഒരു FDയിലിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിനെ കുറിച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ 2 കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു വർഷം എത്രമാത്രം കൂട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ക്യാപിറ്റൽ ഒരിക്കലും തീരരുത്. അതുമല്ല, ക്യാപിറ്റൽ ഗെയിൻ ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ വിഡ്രോവൽ എമൗണ്ടും കൂടി വരിക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വർഷം ടൈം പീരീഡ് എന്നുള്ള ഒരു മാറ്റർ ചെയ്യുന്ന കാര്യമേ അല്ല. നമുക്ക് മാറ്റർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. നമുക്ക് എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യണമെന്നും കൃത്യമായിട്ട് എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യണമെന്നും അതുപോലെ തന്നെ എത്ര % നമുക്ക് ആനുവലൈസ്ഡ് റിട്ടേൺ കൊണ്ടുവരണം എന്നും 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ.
അപ്പോൾ നമ്മൾ ഒരു വിഡ്രോയൽ പെർ മന്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്യുവാണ്. നമ്മൾ ഏകദേശം ഒരു 25,000 രൂപ സെറ്റ് ചെയ്യുന്നു. അപ്പം ഓർത്തിരിക്കുക, 50,00,000 രൂപ വെച്ച് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ബൾക്കായിട്ട് ഒരു എമൗണ്ട് ഉണ്ട്. നിങ്ങളൊരു 25,000 രൂപ വെച്ചാണ് ഓരോ മാസവും റിട്ടയർമെൻറ്റിൽ നിന്ന് നിങ്ങൾ ആ ഒരു ഫണ്ടിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതായത് 0.5% ആണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എത്രയാണ്? 0.5%. അപ്പം ഇത് മോശമില്ലാത്ത ഒരു വിഡ്രോയൽ എമൗണ്ട് ആണ്. അപ്പം ഈ ഒരു SWP നല്ല രീതിയിൽ വർക്കബിൾ ആയിട്ടുള്ള ഒരു വിഡ്രോയൽ പെർസെൻറ്റേജും ആണ് മന്ത്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ 0.5% നമ്മുടെ ക്യാപിറ്റലിൽ 0.5% ആണ് നമ്മൾ വിഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 7%-ൽ നിന്ന് നമുക്കൊരു 7% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ മാത്രം തന്നെ 7% ഉണ്ട്. അപ്പോൾ നമുക്ക് 7% പോരാ, നമുക്കൊരു മിനിമം ഒരു 12% എങ്കിലും കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് 12% കൊണ്ടുവരാൻ നമുക്ക് അറിയത്തില്ലാത്തവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സെക്യൂർ ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ട്സ് കിട്ടും. അതായത് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോയിട്ടാണെങ്കിലും നമുക്ക് ഹൈബ്രിഡ് ഫണ്ട്സ് കിട്ടും. അതായത് അവിടെ ഇക്വിറ്റിയുടെ, അതായത് നമുക്ക് ഒരു ടോട്ടലായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒന്നെങ്കിൽ ഇക്വിറ്റിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഗോൾഡിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ് ബോൺസ് ഉണ്ട്, ബോൺസ് ഉണ്ട്, ഗവൺമെൻറ് ബോൺസ്, അത് അങ്ങനെയുള്ള സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്കിവിടെ ഹൈബ്രിഡ് ഫണ്ട്സ് ലഭിക്കും. ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിൻ്റെ അകത്ത് ഇക്വിറ്റിയുടെ പോർഷൻ ഉണ്ടാകും 20 അല്ലെങ്കിൽ 30%. അത് നമ്മൾ എത്രമാത്രം റിസ്ക് എടുക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നനുസരിച്ചാണ്. അപ്പോൾ മാക്സിമം റിസ്ക് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അവിടെ ഇക്വിറ്റി ഇൻവോൾവ് ആയിരിക്കും ഹൈബ്രിഡ് ഫണ്ട്സിൽ. അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് ഇൻവോൾവ് ആയിരിക്കും, അതുപോലെ തന്നെ ബോൺസ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഹൈബ്രിഡ് ഫണ്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈബ്രിഡ് ഫണ്ട്സ് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ മുമ്പോട്ട് പറയും. അതുപോലെ തന്നെ നമുക്ക് ഒന്നുകിൽ ഗോൾഡ് അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എൻട്രി എടുത്ത് പോകാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് കോമ്പിനേഷനായിട്ട് എടുക്കുന്നു എന്ന് പറയാനുള്ള കാര്യം, നമ്മുടെ ഈ ഒരു എമൗണ്ട് കൃത്യമായിട്ട് മറ്റ് ഫൈനാൻഷ്യൽ ക്രാഷസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊറോണ പോലെയുള്ള ഡിസീസസ് ഇനി വരാതിരിക്കട്ടെ, ഇൻ കേസ് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ഒരു സമയത്ത് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ഒന്ന് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. അപ്പം അതെങ്ങനെ മാനേജ് ആകും എന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഗോൾഡ് വാസസ് നിഫ്റ്റി വാസസ് ഗോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടലായിട്ടൊരു ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് 2005 തൊട്ട്. അപ്പോൾ നമുക്ക് 2008 നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ബൾക്ക് എമൗണ്ട് ഇക്വിറ്റി മാർക്കറ്റിൽ മാത്രമാണ് ഇൻവോൾവ് ആയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് ഏകദേശം 50% താഴോട്ട് പോരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു 50%-ൽ നമ്മുടെ ഈ ഒരു വലിയ ക്യാപിറ്റൽ ഏകദേശം പകുതിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ആ ഒരു എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്ത് നമ്മൾ ചെറിയ രീതിയിൽ അത് ബാധിക്കും. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ആ ഗ്രോത്തിനെ ഒന്ന് ബാധിക്കാൻ സാധ്യതകളുണ്ട്. പക്ഷേ അതിനു മുമ്പ് അതിമനോഹരമായിട്ടുള്ള മൂവ്മെൻറ്റും തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കറക്ഷൻസിൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്ന് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് കണ്ടോ, ഇത്രയും വോൾട്ടൈൽ അല്ല, വളരെ സ്മൂത്തായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ? അപ്പം ഇങ്ങനെയുള്ള വലിയ ഡിപ്പുകൾ ഗോൾഡിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മുടെ ക്യാപിറ്റലൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിലുണ്ടായ ക്രാഷിൽ നമ്മൾ ഗോൾഡ് ആ ഒരു സമയത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്ത് ഒന്ന് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് നമുക്ക് കൊറോണയുടെ സമയത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചാണ്. കൊറോണയുടെ സമയത്ത് ഏകദേശം 40% അടുത്ത് കറക്ഷൻ ഉണ്ടായും ഇക്വിറ്റി മാർക്കറ്റിൽ. ആ ഒരു സമയത്ത് ഗോൾഡ് ഏകദേശം അതിമനോഹരമായിട്ടുള്ള റാലി തന്നെയാണ് നമുക്ക് തന്നത്. അപ്പം ഇത് ഇക്വിറ്റി വീണപ്പം ഗോൾഡ് മുകളിലേക്ക് പോയി. അപ്പം ഇത് നമ്മുടെ പോർട്ട്ഫോളിയോനെ ഒരു കൃത്യമായിട്ട് ഒന്ന് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു കാര്യം വീഴുന്ന സമയത്ത് മറ്റൊരു കാര്യം അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ആയിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് വിഡ്രോയൽ കൃത്യമായിട്ട് നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ആനുവലൈസ്ഡ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും നമുക്ക് നിഫ്റ്റി എന്ന ഇൻഡെക്സിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകൾ മാക്സിമം സേഫ് ആണ്. അപ്പം നിഫ്റ്റി എന്ന ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം 12 തൊട്ട് 14% വരെ ഇയർലി റിട്ടേൺ, ആനുവലൈസ്ഡ് റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡിൽ എന്ന അസറ്റിലാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി കഴിയുമ്പം 10 to 12% ആനുവലൈസ്ഡ് ആവറേജ് റിട്ടേൺ ഗോൾഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളിവിടെ പറയുന്നത് നമുക്ക് സ്ട്രോങ് ആയിട്ട് 12% റിട്ടേൺ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് 12% എബോ റിട്ടേൺ കിട്ടുവാണെങ്കിൽ അത്രയും ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ട് ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം? അതായത് ഗോൾഡ് എന്ന അസറ്റിലും അതുപോലെ തന്നെ ഇക്വിറ്റി മാർക്കറ്റിലും അതുപോലെ പറ്റുമെങ്കിൽ ഗവൺമെൻറ് ബോൺസ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ബോൺസ് കൃത്യമായിട്ട് അവരുടെ ഒരു റിട്ടേൺ ഉണ്ട്, ആ ഒരു എമൗണ്ട് തന്നെ കിട്ടും. അതായത് FD-നേക്കാളും കൂടുതൽ, ചിലപ്പോൾ 9% അല്ലായിരിക്കും, 9 അല്ലെങ്കിൽ 8% കിട്ടുന്ന ഗവൺമെൻറ് ബോൺസ് ഉണ്ടായിരിക്കും, 10% കിട്ടുന്ന ബോൺസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അത് 10.5% കിട്ടുന്ന ഗവൺമെൻറ് ബോൺസ് ഉണ്ട്. ഇത് ബാലൻസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ടോട്ടൽ 12% ആണ് വേണ്ടത്. ഇക്വിറ്റി മാർക്കറ്റ് കുറച്ച്
വോളറ്റൈലായിട്ട് നല്ലൊരു പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മീഡിയത്തിലാണ് പെർഫോം ചെയ്തതെങ്കിലും 12% കിട്ടും. അതല്ല ഇക്വിറ്റി മാർക്കറ്റ് കുറച്ച് കറക്റ്റായി എങ്കിലും ആ ഒരു ടൈം പീരീഡിലും ബാക്കിയുള്ള ഈ ഒരു അസറ്റ് നമുക്ക് ആ ഒരു ബാലൻസ് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോനെ മുമ്പോട്ട് കൊണ്ടുപോകും. ആ ഒരു സമയത്ത് നമുക്ക് വിഡ്രോവലുകൾ കൃത്യമായിട്ട് നടത്താൻ സാധിക്കും. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ വാല്യുബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്. അപ്പോൾ നമ്മൾ ആദ്യമേ കാൽക്കുലേഷൻ പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സ്പെക്റ്റഡ് റിട്ടേണിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു 12% എക്സ്പെക്റ്റഡ് റിട്ടേൺ അച്ചീവ് ചെയ്യാൻ പവറുള്ള, അതായത് നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാത്രം പോകാതെ നല്ല ഷോർട്ട് ടൈം ട്രേഡിംഗ് മെത്തേഡ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ്സ് അറിയാമെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് കൂടുതൽ റിട്ടേൺ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നല്ല രീതിയിൽ പഠനങ്ങൾ നടത്തി. അതായത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ 50 lakh എന്ന ക്യാപിറ്റൽ നമുക്ക് വേണമെങ്കിൽ 40 lakh ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ 45 lakh ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള 5 lakh അല്ലെങ്കിൽ 10 lakh ഒരു 10% വരെ നമുക്ക് ട്രേഡിങ്ങിലേക്ക് മാറ്റി വെച്ച് അവിടെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് അതൊരു സപ്പോർട്ട് വേണം. ഓക്കെ, ഒരു 30% ഒക്കെ റിട്ടേൺ നമുക്ക് ഒരു ട്രേഡിങ്ങിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അതും നല്ലൊരു സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് ഫ്രീ ആയിട്ട് 100% ജെന്യുവൻ ആയിട്ടുള്ള കോഴ്സ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതും കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 50 lakh 0.5% ആണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ 12% ആണ് നമ്മൾ ആനുവലൈസ്ഡ് ഒരു മിനിമം റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് നോക്കാം. നമ്മൾ 5 വർഷം കഴിയുമ്പോഴത്തേന് 50 ലക്ഷം എന്നുള്ളത് 68 ലക്ഷത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ വിഡ്രോയിൽ എത്രയാണ്? 15 ലക്ഷം രൂപയാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ 15 ലക്ഷം രൂപയാണ് നമുക്ക് 5 വർഷം കൊണ്ട് വിഡ്രോ ചെയ്യാനും സാധിച്ചത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ടൈം പീരീഡ് പതുക്കി ഒന്ന് കൂട്ടി നോക്കാം. എന്താണ് നമ്മുടെ ഫൈനൽ വാല്യൂവിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ 5 വർഷം എന്നുള്ളത് ഞാൻ 10 വർഷത്തിലേക്ക് ഇട്ടു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ 50 ലക്ഷം എന്ന ക്യാപിറ്റൽ 99 ലക്ഷത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ഈ ഒരു വിഡ്രോയൽ എമൗണ്ട് എത്രയാണ്? 30 ലക്ഷം. അപ്പോൾ നമ്മൾ 10 വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ ടോട്ടലായിട്ട് 1 കോടി രൂപ നമ്മുടെ അക്കൗണ്ട് ബാലൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ 30 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്രയായി? 1,30,00,000 രൂപയായി മാറി ആ ഒരു ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ആവുന്നുണ്ട്, ഇവിടെ കൃത്യമായിട്ട് ക്യാപിറ്റൽ ഗെയിൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിഡ്രോയിൽ എമൗണ്ടും ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേഷൻ നമുക്ക് കുറച്ച് ഈ 10ൽ നിന്ന് നേരെ 20 വർഷത്തിലേക്ക് കൊണ്ടുവന്നു. 20 വർഷത്തിലേക്ക് ചെല്ലുമ്പോൾ എന്താണ്, നമ്മൾ ടോട്ടലായിട്ട് 60 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ 60 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു 20 വർഷം കൊണ്ടും. ഓരോ മാസവും 25,000 രൂപ വെച്ച് വിഡ്രോ ചെയ്ത് ടോട്ടലായിട്ട് എത്രയാണ്? ടോട്ടൽ വിഡ്രോയിൽ എത്രയാണ്? 60 ലക്ഷം രൂപ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ 20 വർഷം കൊണ്ട് വിഡ്രോ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ വാല്യൂ എത്രയാണ്? 2,54 ലക്ഷം രൂപ. അപ്പോൾ ഇവിടെയും രണ്ടും ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതേ കാൽക്കുലേഷൻ തന്നെ നമുക്ക് 30 വർഷത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് എത്രയാണ്? 90 ലക്ഷം രൂപ. നമ്മുടെ ക്യാപിറ്റൽ എത്രയായി? 7,34 ലക്ഷം രൂപ. അതായത് 30 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപിറ്റൽ ഏകദേശം ഒരു 12, 13, 14% 12x മാറുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഞാൻ ആദ്യം എന്താണ് പറഞ്ഞത്? 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ ടു ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ക്യാപിറ്റൽ തീരത്തില്ല, നമ്മൾക്ക് വിഡ്രോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പം കുറച്ചെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഈ കഥയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും, സാർ ഒരു 30 വർഷം കഴിയുമ്പോൾ നമ്മൾ 25,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ചെറിയൊരു എമൗണ്ട് അല്ലേ? നമുക്ക് 7% ഇൻഫ്ലേഷൻ വരുന്നില്ലേ? അപ്പം ഇന്ന് നമ്മൾ ഒരു മാസത്തിൽ നമ്മുടെ എക്സ്പെൻസ് ഏകദേശം ഒരു 20-25,000 രൂപയാണെങ്കിൽ അന്ന് ചിലപ്പോൾ ആ ഒരു എക്സ്പെൻസ് കൂടി പോകാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും കൂടിപ്പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചെറിയൊരു ഇംപ്ലിമെൻറ്റേഷൻ നടത്താം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 25,000 രൂപ വെച്ച് സ്റ്റാർട്ടിങ്ങിൽ ഇനിഷ്യൽ ക്യാപിറ്റൽ 50 ലക്ഷം തന്നെ 25,000 രൂപ വെച്ച് തന്നെ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 12% റിട്ടേൺ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേണിലാണ് നമുക്ക് ഇത് മുമ്പോട്ട് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ നമ്മൾ ഒരു 10 വർഷം കഴിയുമ്പം, ഏകദേശം 10 എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും എക്സാക്റ്റ് 10 അല്ല. അപ്പം 10 വർഷം കഴിയുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് ഈ ഒരു ഫൈനൽ വാല്യൂ നമ്മൾ 10 വർഷം വരെ 25,000 രൂപ വെച്ച് കൃത്യമായിട്ട് വിഡ്രോ ചെയ്യുക ഓരോ മാസവും. 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു 1 കോടി എന്ന രൂപ, ഇപ്പോൾ 1 കോടി രൂപയിൽ വന്നിട്ടുണ്ട്, 99 ലക്ഷം, ഏകദേശം 1 കോടി രൂപയിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 10 വർഷം വരെ നമ്മൾ 25,000 രൂപ വെച്ച് ഓരോ മാസവും വിഡ്രോ ചെയ്തു. അപ്പോൾ 10 വർഷം കഴിയുമ്പോഴത്തേനും ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ടാവും. ശരിയാണ് അവർ പറയുന്നത്. ഏകദേശം 8-10 വർഷം കഴിയുമ്പോഴത്തേനും. ഓക്കെ, അപ്പോൾ 8 അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡിഫിക്കേഷൻ എന്താണ്? നമ്മുടെ ഈ ഒരു ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 0.5% പിന്നീട് നമുക്ക് വിഡ്രോ ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ ക്യാപിറ്റലിൽ 0.5% എത്രയാണ്? 50,000 രൂപ.
മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുവരെ നമ്മൾ ഇനിഷ്യൽ ക്യാപിറ്റലിൻ്റെയാണ് നമ്മൾ 0.5% വെച്ച് വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ വാല്യൂവിൻ്റെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിൻ്റെ 10 വർഷം കഴിയുമ്പോഴത്തേനും അതിൻ്റെ 0.5% വെച്ച് വിഡ്രോ ചെയ്യാം. അപ്പോൾ അത് എത്രയാണ് വരുന്നത്? അത് വരുന്നതാണ് നമുക്ക് 50,000 രൂപ. അപ്പോൾ നമുക്ക് ഓരോ മാസവും നമുക്ക് 50,000 രൂപ വെച്ച് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി ഇനിഷ്യൽ ക്യാപിറ്റൽ 50 ലക്ഷം എന്ന് മാറ്റി നമുക്ക് 1 കോടിയിലേക്ക് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് മാക്സിമം ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു കാൽക്കുലേറ്ററിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു കാൽക്കുലേറ്ററിലേക്ക് ഒന്ന് പോകാം. ശരി, പറഞ്ഞു നമ്മൾ ക്ലിയർ ടാക്സിൻ്റെ SWP കാൽക്കുലേറ്ററിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം എല്ലാ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ എല്ലാ SWP കാൽക്കുലേറ്ററും ഇത്രയും വലിയൊരു എമൗണ്ട് ഒന്നും അവർ ഡേറ്റ എൻട്രി ചെയ്തിട്ട് എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ ടാക്സിൻ്റെ SWP കാൽക്കുലേറ്ററിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, ആദ്യത്തെ 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ വാല്യൂ എത്രയായിരുന്നു? 1 കോടി രൂപ. അപ്പം 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു 1 കോടി തന്നെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള വാല്യൂ വീണ്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അവിടെ നമുക്ക് ചെറിയൊരു ചേഞ്ച്മെൻറ്റ് എന്ത് വരുത്താൻ സാധിക്കും? നമ്മൾ ഇതുവരെ 10 വർഷം വരെ ഓരോ മാസവും 25,000 രൂപ വെച്ചായിരുന്നു വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടി പോകുന്നുണ്ട്. നമുക്ക് 25,000 രൂപ വെച്ച് നമ്മുടെ എക്സ്പെൻസ് ഒതുങ്ങാതെ വരുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു 25,000 എന്നുള്ള പതുക്കെ 50,000 കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം 0.5%, 0.6%, 0.4 കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനൊരു ആവറേജ് ആണ് പറയുന്നത്. 0.5% ഓക്കെ, ഡീസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 50,000 രൂപ വെച്ചാണ് ഓരോ മാസവും അതിനുശേഷം വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് വിഡ്രോയൽ എമൗണ്ട് കൂടി, നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 12% തന്നെ. അതിനുശേഷം നമ്മൾ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും, ഓക്കെ, നമുക്ക് 10 വർഷത്തിലേക്ക് പോകാം. നമ്മൾ വീണ്ടും 10 വർഷം കൂടെ അതേ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ വാല്യൂ എവിടെ വരും? ഫൈനൽ വാല്യൂ നമുക്കിവിടെ മുകളിൽ ഫൈനൽ വാല്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. ഫൈനൽ വാല്യൂ നമ്മൾ 10 വർഷം കൂടെ കഴിയുമ്പം അത് നേരെ 1,99,61,980 എന്ന എമൗണ്ടിലേക്ക് വരും. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ ആദ്യത്തെ 10 വർഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇനിഷ്യൽ ക്യാപിറ്റൽ 50 ലക്ഷമായിരുന്നു. ആ ഒരു 50 ലക്ഷം രൂപ വെച്ച് നമ്മൾ 10 വർഷത്തേക്ക് 25,000 വെച്ച് 0.5% ഓരോ മാസവും വിഡ്രോ ചെയ്തു. അതിനുശേഷം 10 വർഷം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്യാപിറ്റൽ വളർന്ന് 1 കോടി രൂപയിലേക്ക് വന്നു. അതിനുശേഷം 1 കോടി രൂപ വന്നു കഴിയുമ്പോഴത്തേന് ഇൻഫ്ലേഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിഡ്രോയൽ എമൗണ്ടിന് കുറച്ച് ചേഞ്ച്മെൻറ്റുകൾ വരുത്തി വീണ്ടും നമ്മുടെ ആ ക്യാപിറ്റലിൻ്റെ 0.5% വിഡ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 50,000 വെച്ച് ഓരോ മാസവും പിന്നീട് വിഡ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ 10 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഫൈനൽ വാല്യൂ എത്രയാകും? നമ്മുടെ ഫൈനൽ വാല്യൂ 2 കോടി രൂപയിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ലക്ഷത്തിൽ നിന്ന് 1 കോടി 10 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അത് 2 കോടി. അതുപോലെ തന്നെ നമ്മൾ 25,000 വെച്ച് നമ്മൾ വിഡ്രോ ചെയ്തു 10 വർഷത്തേക്ക്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 50,000 രൂപ വെച്ചാണെങ്കിൽ എത്ര എമൗണ്ട് വരും? ഒരു വർഷം തന്നെ നമുക്ക് ഏകദേശം 6 ലക്ഷം രൂപ വിഡ്രോ ചെയ്യാൻ പറ്റും. 10 വർഷം കൊണ്ട് 6 ലക്ഷം രൂപ നമുക്ക് 60 ലക്ഷം രൂപ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 കോടി രൂപ ഫൈനൽ വാല്യൂ പ്ലസ് 60 ലക്ഷം രൂപ നമ്മൾ ഇതുവരെ വിഡ്രോ ചെയ്തിരിക്കുന്നു. 60 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ 10 വർഷത്തിൽ. ആദ്യത്തെ 10 വർഷത്തിൽ നമ്മൾ 30 ലക്ഷം വിഡ്രോ ചെയ്തു, പിന്നീട് 60 ലക്ഷം വിഡ്രോ ചെയ്തു. ടോട്ടൽ നമ്മൾ 20 വർഷം കൊണ്ട് 30ഉം 60ഉം 90 ലക്ഷം രൂപ നമ്മൾ വിഡ്രോ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫൈനൽ വാല്യൂ 2 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഡ്രോയൽ എമൗണ്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് വിഡ്രോ ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പഠിപ്പിക്കുന്നത്. അതായത് ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അറിവിലുള്ള ഒരു കാര്യം അത് 100% നിങ്ങളിലേക്ക് കിട്ടണം എന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. അതല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പകുതി കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണങ്ങളൊന്നുമില്ല. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ കയ്യിൽ ഇന്ന് 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപയാണ് നിങ്ങൾക്ക് മന്ത്ലി എക്സ്പെൻസ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പ്ലാൻ ചെയ്യാം. അതല്ല നിങ്ങളുടെ ഒരു മന്ത്ലി എക്സ്പെൻസ് നിങ്ങൾക്ക് ഒരു 50,000 രൂപയാണെങ്കിൽ ഇന്നത്തെ സിനാരിയോയിൽ നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ഒരു SWPനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്കൊരു പെൻഷനെ കുറിച്ചും നമുക്ക് റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ചും പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ എക്സ്പെൻസ് എത്രയാണ്, നമുക്കൊരു മന്ത്ലിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് എത്രയാണ്, കുറേ നാളുകളിലേക്ക് ഒരു 5-6 വർഷത്തേക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ചിലവർക്ക് 50 ലക്ഷമായിരിക്കും, ചിലവർക്ക് 1 കോടിയായിരിക്കും, ചിലവർക്ക് 30 ലക്ഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു 12% റിട്ടേൺ അച്ചീവ് ചെയ്തെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തൊക്കെയാണ്
ഇത് ഫിക്സ് ആണ് 50,000. അതുപോലെ തന്നെ ഇനിഷ്യൽ ക്യാപിറ്റൽ എത്രയാണ്, അത് നമുക്ക് ഒരു ബൾക്ക് എമൗണ്ട് SIP പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി വലിയ ക്യാപിറ്റലിലേക്ക് ആയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു 12% റിട്ടേൺ നമ്മൾ ആനുവലൈസ്ഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇക്വിറ്റി എന്ന പോർഷനിൽ, അതായത് സ്റ്റോക്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ മാത്രം എൻട്രി എടുക്കുന്ന സമയത്ത്, സ്റ്റോക്ക് അതായത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ മാത്രം എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിനെ കുറച്ച് എമൗണ്ട് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡിലേക്ക് മീൻസ് വേണമെങ്കിൽ നമുക്ക് SGB പോലെയുള്ള സോവർജിൻ ഗോൾഡ് ബോണ്ടിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചോദിക്കും, അപ്പം കുറേ നാളുകൾ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് അവിടെയും നമുക്ക് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ഒന്ന് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വിറ്റിയിൽ നിന്ന് ചെറിയ വിഡ്രോവൽസ് ഒക്കെ നടത്താം, അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്ത് നമുക്ക് പ്ലാൻ ചെയ്യാം അതനുസരിച്ച്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ഗോൾഡിൻ്റെ ETFs ഉണ്ട്. അപ്പോൾ ETFസിൽ നമുക്ക് എൻട്രി എടുക്കാം. SGB നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്ന രീതിയിൽ. അപ്പം ഗോൾഡിൻ്റെ ETF ഉണ്ട്. അപ്പോൾ ഗോൾഡിൻ്റെ ETF നമുക്കൊരു 30% അല്ലെങ്കിൽ 40% നമ്മുടെ ക്യാപിറ്റൽ പറഞ്ഞു വിടാം. അതുപോലെ തന്നെ ബാക്കി 40% നമുക്ക് ഇക്വിറ്റിയിലേക്ക് പറഞ്ഞു വിടാം. ബാക്കി ഒരു 20% 30% ഗവൺമെൻറ് ബോൺസിലേക്ക് പറഞ്ഞു വിടാം. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് SIPയിൽ എന്താണ്, നമുക്ക് വെൽത്ത് ക്രിയേഷൻ വേണം, നല്ല വെൽത്ത് ക്രിയേഷൻ വേണം. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇക്വിറ്റിയുടെ അലോക്കേഷൻ കൂട്ടിയെടുക്കാം. നമുക്ക് 60-70% വരെ ഇക്വിറ്റിയിലേക്ക് പോകാം. അത് സ്റ്റോക്കിൽ പോകാം, അതുപോലെ തന്നെ ഓരോ സെക്ടർ വൈസ് ഉള്ള മ്യൂച്വൽ ഫണ്ട് ETFസിലേക്ക് പോകാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകാം. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് SIP ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റിയുടെ അലോക്കേഷൻ കൂട്ടി വെക്കാം. കാരണം കുറച്ച് ഹൈ റിസ്ക് എടുത്ത് നമുക്ക് നല്ലൊരു ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് അങ്ങനെ അലോക്കേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ SWPയിലേക്ക് പോകുമ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് പൈസയാണ്, നമ്മുടെ ഒരു വലിയൊരു എമൗണ്ടാണ്, നമ്മൾ ആജീവനാന്തം വർക്ക് ചെയ്തിട്ട് കിട്ടിയ ഒരു എമൗണ്ടാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് വെച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹൈബ്രിഡ് ആയിട്ടുള്ള ഫണ്ട്സ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ഫണ്ട്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യുക. അതിനുശേഷം ആ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും നിങ്ങൾ കൃത്യമായിട്ട് ടോട്ടലായിട്ട് ഓരോ മാസവും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെയും ഒരു ആവറേജ് ആയിട്ട് 0.5% വെച്ച് വിഡ്രോ ചെയ്യുക. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മാനുവലായിട്ടാണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടാണെങ്കിലും ചെയ്യാം. മാനുവലായിട്ടെന്ന് വിചാരിച്ച് നമ്മൾ ഓരോ ETFs ഒക്കെ പർച്ചേസ് ചെയ്ത് നമ്മുടെ ടോട്ടലായിട്ടുള്ള ക്യാപിറ്റൽ SWPയിലേക്ക് കൊണ്ടുപോയി നമ്മൾ സ്വന്തമായിട്ട് ഫണ്ട് മാനേജ് ചെയ്ത് വിഡ്രോവലുകൾ നടത്തുന്നു. മറ്റേ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു SWP ഹൈബ്രിഡ് ഫണ്ട്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പോയി നമ്മൾ ടോട്ടൽ എമൗണ്ട് ഒന്നിച്ച് ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് വിഡ്രോവൽസ് നടത്തുന്നു. ഏതാണെങ്കിലും നമുക്ക് മാനേജബിൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന, ഓരോരുത്തരുടെയും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഒരു സ്വിംഗ് ട്രേഡിങ് എന്ന ട്രേഡിംഗ് ടെക്നിക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ നമുക്കൊരു 20-30%, 30-40% ഓരോരുത്തരുടെയും കേപ്പബിലിറ്റി അനുസരിച്ചാണ്. അത്രയും ഇയർലിയിൽ റിട്ടേൺ അച്ചീവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ള മെത്തേഡ്സാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, അത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും, കണ്ട് മനസ്സിലാക്കുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. കൂടുതലായിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം പിന്നെ എന്താണ് പറയാനുള്ളത്, അതുപോലെ തന്നെ ETF ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നല്ലൊരു സ്ട്രാറ്റജി ഞാൻ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഈ ഒരു ചാനലിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ETF ഷോപ്പ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിയാണ്. അപ്പം അതും നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോ കിട്ടും. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്കൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്യൂച്ചറിലാണെങ്കിലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ആ ETF ഷോപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ലഭിക്കും. അപ്പം നിങ്ങൾക്ക് അത് ബിഗിനറാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പ്ലേലിസ്റ്റും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോസൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോസാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുള്ള വാല്യൂ കണ്ടെത്തുക, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക, നല്ലൊരു വെൽത്ത് ആദ്യമേ ക്രിയേറ്റ് ചെയ്യുക ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ. അതിനുശേഷം ആ ഒരു ബൾക്ക് എമൗണ്ട് ഉപയോഗിച്ച് SWP പോലെയുള്ള വിഡ്രോവൽ പ്ലാൻ ഉപയോഗിച്ച് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവർക്കും നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന എമൗണ്ട് എപ്പോഴും നമ്മൾ എക്സ്പെൻസിലേക്ക് വീണ്ടും എക്സ്പെൻസുകളിലേക്ക് പോകാതെ, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, നമ്മൾ ലോണ്, അല്ലെങ്കിൽ നമ്മളൊരു വലിയ വീട് വെക്കുന്നു, അപ്പം അങ്ങനെയുള്ള നമുക്ക് ഡെപ്റ്റിലേക്ക് പോകാതെ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു വെൽത്ത് ക്രിയേഷനിലേക്ക് പോട്ടെ. അതായത് നമുക്ക് ഒരു ഫ്യൂച്ചറിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്ക് നാളെ നമുക്ക് പാസീവ് ഇൻകം തരുന്ന മെത്തേഡ്സിലേക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.